എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഏതൊരു പെൺകുട്ടിക്കും ആഗ്രഹമായിരിക്കും ഇവിടെ പോലും എനിക്കും പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന ഒരു ട്രാവലറാണ് അരുണിമയാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. താങ്ക് യു. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പൊ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞതല്ല, എന്റെ പാസ്പോർട്ട് കഴിഞ്ഞതാണ്. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. അപ്പൊ അത് റിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. ആണോ? എത്ര ദിവസം ഉണ്ട് അപ്പൊ ഇനി കേരളത്തില്? കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA ലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീൻ. പിന്നെ അടുത്തൊരു കോട്ട് ഇട്ടേക്കുന്നത് LGBTQ+IA. ഓക്കെ, ഞാൻ ബൈസെക്ഷൽ ആണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്റെ ദൈവമേ. ഇപ്പൊ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്, ഇപ്പൊ ഭാവിയിൽ ഒരു പാർട്ട്ണറിനെ തെരഞ്ഞെടുക്കുമ്പോ അത് എങ്ങനെയായിരിക്കും? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ അങ്ങനെയൊന്നും ഒരുപാട് ചിന്തിച്ചെത്തിയിട്ടില്ല. അതിനി പാർട്ട്ണറെ തേടുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതാണ് അവിടുന്ന് വേണം തുടങ്ങാൻ. പെണ്ണായാലും ഇപ്പൊ നമ്മളിങ്ങനത്തെ ഡ്രസ്സ് ധരിക്കുന്നത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ. അതുപോലെ അവിടെ ചൂട് ഒരു 50 ഡിഗ്രിയിൽ കൂടുതൽ ചൂടുള്ള ഒരു സ്ഥലമാണ് അവിടെ. അപ്പൊ അവിടെയുള്ള സ്ത്രീകള് താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, ഒരു മുണ്ട് പോലെ. പക്ഷെ മോൾ ഭാഗത്ത് അവര് വസ്ത്രമൊന്നും ധരിക്കില്ല. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഞാൻ അതേപോലെ അവിടെ എത്തുന്ന സമയത്ത് ജസ്റ്റ് അവരുടെ ഒരു കൾച്ചർ എനിക്കും അനുകരിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അത് കേട്ടാ മതി. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത വല്ലാത്തൊരു എന്താ പറയാ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽ നൽകിയൊരു ഇതാ. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടീനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഈസി അല്ല ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഗേൾ ആയതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും വേണോ സാർ? വേണം. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ് എന്തിനാ? ഫോറസ്റ്റ് അങ്ങനത്തെ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോ, ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ പേടി തോന്നാറില്ലേ? എനിക്കങ്ങനെ പേടി എന്ന് പറഞ്ഞൊരു ഫീലിങ്സ് വളരെ കുറവാണ്. പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ബോഡി പിയേഴ്സിംഗ് ഒക്കെ ഞാൻ മൂക്കുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ പിയേഴ്സ് ചെയ്യാതെ പേടിയില്ലേ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എനിക്ക് ആക്ച്വലി പേടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറ്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം എനിക്ക് പേടിയാണ്, എന്നാലും ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാറുണ്ട്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ.